ക്രൈംബ്രാഞ്ച് 400 യാത്രക്കാരെ ബന്ദികളാക്കി. 30 സുരക്ഷാ ഉദ്യോഗസ്ഥരെ വധിച്ചു. ഇതിന്റെ പിന്നിൽ ഇന്ത്യയാണോ എന്നാണ് ചോദിച്ചില്ല. സത്യത്തിൽ ഒറ്റ നോട്ടത്തിൽ പറയുമ്പോ പാകിസ്ഥാൻ അങ്ങനെ ഒരുപക്ഷെ പറയാൻ സാധ്യതയുണ്ട്. ഇതില് ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സംസ്ഥാനമാണ്. നമ്മുടെ കേരളം, മഹാരാഷ്ട്രയൊക്കെ പോലെയുള്ള പാകിസ്ഥാനില്. അത് പാകിസ്ഥാനിലെ ഏറ്റവും വലിയൊരു സ്ഥലമാണ്. അവിടെ ജനസംഖ്യ കുറവാണ്, പക്ഷെ അവിടെ കണ്ടമാനം ധാതു ലവണങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടത്തിൽ തന്നെ അവർ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഇതുള്ളതാണ്. പിന്നെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യം ഉണ്ടാക്കിയിട്ടുള്ളത് പാകിസ്ഥാൻ. അപ്പോൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യം ഉണ്ടാക്കിയിട്ട് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് വിട്ടുപോയി. ഇതും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യം നിന്നിട്ട് ഈ ബലൂചിസ്ഥാനും വിട്ടുപോകേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവരാണ് പാകിസ്ഥാൻ്റെ ജാഫർ എക്സ്പ്രസ്. ഇതാണ് അവർ എന്താ പറയുക, അതിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാരെയാണ് ബന്ദികളാക്കി. 400ഓളം യാത്രക്കാരുണ്ടായിരുന്നു. അതിൽ എന്താ പറയുക, ഈ പാക് പട്ടാളം ഇവരായിട്ട് യുദ്ധം കാര്യങ്ങൾ ചെയ്തിട്ട് 104 പേരെ മോചിപ്പിച്ചിട്ടുണ്ട്. 10-200 ആൾ ഇപ്പോഴും കടവിലാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയാണോ ഇതിൻ്റെ പിന്നിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ മനസ്സ് ഒരു പക്ഷേ ഈ എന്താ പറയുക ബലൂചിസ്ഥാൻ്റെ ഒപ്പം ഉണ്ടായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം ഉടലെടുത്തതിന് ശേഷം ആ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി അവർ ശ്രമിക്കാതെ അവരുടെ 99% ഊർജം ചെലവഴിക്കുന്നത് ഇന്ത്യക്കെതിരെയാണ്. ഇപ്പോൾ കാശ്മീർ വിഷയത്തിൽ അവരുടെ നിലപാടുകളായിട്ടുള്ള എന്നും ഭീകരന്മാരെ പറഞ്ഞ് ഇന്ത്യയിലേക്ക് വിടുന്നൊരവസ്ഥയാണ്. മാത്രമല്ല ഇന്ത്യയുമായിട്ട് എന്താ പറയുക ശരിക്കും ഒരു 3 പ്രാവശ്യത്തോളം യുദ്ധം ചെയ്തിട്ടുള്ള അവസരമാണ്. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനും ഇന്ത്യയും ദരിദ്ര രാജ്യങ്ങളാണ്. ഈ ദരിദ്ര രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. ഇന്ത്യയിലെ ജനങ്ങൾക്കും പാകിസ്ഥാനിലെ ജനങ്ങൾക്കും ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള ഭരണങ്ങൾ കൊണ്ടുവരാതെ പരസ്പരം അസൂയ പൂണ്ട്, ഇന്ത്യയുടെ അസൂയ പൂണ്ട് ഇന്ത്യയെ നശിപ്പിക്കാനായിട്ട് പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് പാകിസ്ഥാൻ്റെ ശക്തി മുഴുവൻ ക്ഷയിച്ചു പോയൊരവസ്ഥ വന്നതാണ്. സാമ്പത്തികമായിട്ട് ദരിദ്ര രാഷ്ട്രമായിട്ട് പാകിസ്ഥാൻ മാറുന്നു. ഇപ്പം വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്നൊരു രാജ്യം എന്താ പറയുക വിഘടിച്ച് 4-5 കഷ്ണമാവാനുള്ള സാധ്യതയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യമുള്ളൂ, നമുക്ക് ആരുടെയെങ്കിലും അസൂയ ഉണ്ടെങ്കിൽ നമ്മളുടെ അസൂയ കൊണ്ട് നമ്മൾക്ക് നമ്മുടെ വിജയത്തിന് വേണ്ടി ചെലവാക്കേണ്ട നമ്മുടെ ഊർജം അത് മറ്റൊരാളുടെ നാശത്തിന് വേണ്ടി നമ്മൾ സദാസമയം ചെലവാക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ വിജയത്തിന് അത് ബ്ലോക്ക് ആയി മാറുന്നു. നമ്മുടെ ചിന്തകൾ നമ്മുടെ വിജയത്തിന് വേണ്ടി ഉപയോഗിക്കാതെ മറ്റൊരാളുടെ നാശത്തിന് വേണ്ടി ശ്രമിക്കുക. നമ്മൾ വിജയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നതിന് പകരം മറ്റൊരാളെ നശിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ സ്വയം ശക്തി നശിച്ച് നാറാണക്കല്ലെടുക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ഇന്ത്യയുടെ മനസ്സ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുന്നതുകൊണ്ട് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ മനസ്സും സ്വാഭാവികമായിട്ട് പാകിസ്ഥാനെതിരെ വരുന്നു. അപ്പം മനുഷ്യ മനസ്സുകളുടെ ചിന്തകൾ പാകിസ്ഥാനെതിരെ പോകുമ്പോൾ പാകിസ്ഥാൻ എന്തായാലും കഷ്ടനഷ്ടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. കാരണം പാകിസ്ഥാനിലെ ആളുകൾ ഇന്ത്യക്കെതിരെയും ചിന്തിക്കും, ഇന്ത്യക്കാർ പാകിസ്ഥാനും ചിന്തിക്കും. ഇന്ത്യയിലും നഷ്ടങ്ങൾ വരും, പാകിസ്ഥാനിലും നഷ്ടങ്ങൾ വരും. ഇതിൽ 2 രാജ്യങ്ങൾക്കും ഭരണകർത്താക്കൾക്ക് അറിവ് വന്നാൽ മാത്രമേ കാര്യമുള്ളൂ. കാരണം പാകിസ്ഥാനിൽ ഭരിക്കുന്ന ആളുകൾക്കും പാകിസ്ഥാൻ പട്ടാള മേധാവികൾക്കും ഇന്ത്യയുമായി സ്നേഹത്തിലും സാഹോദര്യത്തിലും സൗഹൃദത്തിലും പോകണം എന്ന് ആഗ്രഹിച്ചാൽ മാത്രമേ പാകിസ്ഥാന് സമാധാനം ഉണ്ടാവുള്ളൂ. ഇന്ത്യയായിട്ട് അവർ എന്നും വൈരാഗ്യം വെറുപ്പിലും മുന്നോട്ട് പോകും തോറും പാകിസ്ഥാൻ നശിച്ച് നാറാണക്കല്ലെടുക്കും. ഇതും മാത്രമല്ല, ഇതിലും വലിയ ആക്രമണം ഉണ്ടാവുകയും ചെയ്യും. ഒരു പക്ഷേ പാകിസ്ഥാൻ 5 കഷ്ണമായിട്ട് മാറാനും സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് ഈ അഭിപ്രായം പറയാനുള്ളത്. കാരണം അതുകൊണ്ട് അസൂയ, വിദ്വേഷം, വെറുപ്പ്, വൈരാഗ്യം ഇത് നടക്കുന്നവനെ യാതൊരു പ്രയോജനം ഇല്ല എന്നുള്ള ഏറ്റവും തെളിവാണ് പാകിസ്ഥാൻ എന്ന രാഷ്ട്രം ഉണ്ടായതും അതിനുശേഷം ഇത്ര കാലത്തെ പാകിസ്ഥാൻ്റെ അവസ്ഥ പരിശോധിച്ച് വളർച്ചതിനെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുകയാണ്. ഒരു മതമാണ്, മതം ഒന്നായി എന്ന് വിചാരിച്ചിട്ട് ആ രാജ്യം വികസിക്കണമെന്നില്ലാന്ന്. ഈ രാജ്യം പാകിസ്ഥാൻ ഒരു മതമാണെങ്കിലും അത് 2ആയി വിഘടിച്ചു. ഇപ്പോഴും മതത്തിൻ്റെ പേരിൽ രൂപം കൊണ്ട പാകിസ്ഥാൻ വീണ്ടും വിഘടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മതമായതോ ഒരു ദേശമായതോ ഒരു ഭാഷ ആയതുകൊണ്ടോ രാജ്യങ്ങൾ തമ്മിൽ എന്താ പറയുക ഐക്യം ഉണ്ടാവണമെന്നില്ല. വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ശാന്തി സമാധാനം കിട്ടണമെങ്കിൽ
ഭരിക്കുന്ന ഭരണാധികാരികൾ നന്മയുള്ളവരായിരിക്കണം. ആ ജനങ്ങൾക്ക് നന്മ വരാൻ ആഗ്രഹിക്കുന്ന ഭരണാധികാരികളെ സ്നേഹത്തിൽ, സൗമ്യതയിൽ, ശാന്തതയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഭരണാധികാരികൾക്ക് തോന്നാനുള്ള ഒരു അവസരമായിട്ട് മാറട്ടെ. അവർ ഈ ഭീകരപ്രവർത്തനം, ഇന്ത്യയോടുള്ള അസൂയ, ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ഒഴിവാക്കി മുന്നോട്ട് പോട്ടെ. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് സമാധാന ശാന്തി ഉണ്ടാവും. ഇതാണ് ഇക്കാര്യത്തിൽ പറയുന്നത്. ഇന്ത്യനെ കുറ്റപ്പെടുത്തിയിട്ടോ ഇന്ത്യയാണ് ഇതിന് പിന്നിലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ത്യ സ്വയരക്ഷ നോക്കും. ഇന്ത്യയുടെ നാശം ആഗ്രഹിക്കുന്ന ശക്തിയെ ഇന്ത്യ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ചിന്തിക്കുന്നിടത്തോളം കാലം ഇന്ത്യ പാകിസ്ഥാനെതിരെ നിലപാടെടുത്തിരിക്കും. പിന്നെ ഇന്ത്യക്ക് വേറെ വഴിയില്ലല്ലോ. ഓക്കെ.